സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടി ചെയ്യാവുന്ന 2-3 കാര്യങ്ങൾ നോക്കാം. നമുക്ക് എല്ലാവർക്കും സമ്പത്തിൻ്റെതായിട്ടുള്ള ഒരു കോർണർ ഉണ്ട്. അതെങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചിട്ട് നമുക്കൊരു കുവാ നമ്പർ ഉണ്ട്. ആ കുവാ നമ്പറിൽ 4 ദിക്കുകൾ ഭാഗ്യവും 4 ദിക്കുകൾ ദോഷവുമാണ്. ഉദാഹരണത്തിന് നിങ്ങളുടെ കുവാ നമ്പർ 8 ആണെങ്കിൽ നിങ്ങളുടെ സമ്പത്തിന്റെ ഡയറക്ഷൻ സൗത്ത് വെസ്റ്റ് കോർണർ ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ വീടിന്റെ സൗത്ത് വെസ്റ്റ് കോർണർ നിങ്ങൾ എൻഹാൻസ് ചെയ്യണം. അതായത് സൗത്ത് വെസ്റ്റ് കോർണർ എങ്ങനെ എൻഹാൻസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് സൗത്ത് വെസ്റ്റ് കോർണറിൽ വരുന്ന എലമെന്റ് ഏതാണെന്ന് നോക്കുക. അവിടുത്തെ വരുന്ന എലമെന്റ് ഏതാണ്? എർത്ത് എലമെന്റ് ആണ്. സൗത്ത് വെസ്റ്റ് എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറ്. അവിടെ വരുന്ന എലമെന്റ് എർത്ത് എലമെന്റ് ആണ്. ഭൂമിയാണ് അവിടുത്തെ ധാതു. അപ്പോൾ ആ എർത്ത് എലമെന്റിനെ എൻഹാൻസ് ചെയ്യണം. അത് എങ്ങനെ എൻഹാൻസ് ചെയ്യാം? ഒന്നുകിൽ നമുക്ക് 2 എർത്ത് പോർട്ടുകൾ സൗത്ത് വെസ്റ്റ് കോർണറിൽ സ്ഥാപിക്കാം. എന്തുകൊണ്ട് എർത്ത് പോർട്ടുകൾ സ്ഥാപിക്കുന്നു? എർത്ത് എനർജി എൻഹാൻസ് ചെയ്യാനായിട്ട് എർത്ത് പോർട്ടുകൾ വയ്ക്കുന്നു. എന്തുകൊണ്ട് 2 എണ്ണം വെക്കുന്നു? അവിടെ ഫെങ്ഷി പ്രകാരം 8 ദിക്കിലും ബ്രഹ്മസ്ഥാനത്തുമായിട്ട് നമ്പറുകളുണ്ട്. സൗത്ത് വെസ്റ്റിലെ നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. അതുകൊണ്ടാണ് 2 എർത്ത് പോർട്ടുകൾ വെക്കുന്നത്. അതേപോലെ തന്നെ ആ സ്ഥലത്ത് 2 ക്രിസ്റ്റൽ ബോളുകൾ നമുക്ക് വേണമെങ്കിലും ഹാങ് ചെയ്യാം. ക്രിസ്റ്റൽ ബോൾസ് എന്ന് പറയുന്നത് ഇതാണ് ക്രിസ്റ്റൽ ബോൾസ്. അപ്പോൾ ഇതിലത്തെ ക്രിസ്റ്റൽ ബോളുകൾ 2 എണ്ണം എനർജൈസ് ചെയ്തിട്ട് സൗത്ത് വെസ്റ്റ് കോർണറിൽ നമുക്ക് സ്ഥാപിക്കാവുന്നതാണ്. അപ്പം അങ്ങനെ ആ ഭാഗം എൻഹാൻസ് ചെയ്യാം. ഇനി എൻഹാൻസ് ചെയ്യാവുന്ന മറ്റൊരു രീതി എന്ന് പറയുന്നത്, അവിടെ കുറേ സിട്രിന്റെ സ്റ്റോൺസ്, അതുപോലെ സിട്രിന്റെ സ്റ്റോൺസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതൊക്കെ സിട്രിന്റെ സ്റ്റോൺസ് ആണ്. അപ്പോൾ ഒരു ബൗളിനകത്ത് കുറേ സിട്രിൻസിന്റെ സ്റ്റോൺസ്, അതുപോലെ തന്നെ ക്രിസ്റ്റൽ പിരമിഡുകൾ, ഇത് നാച്ചുറൽ ആയിട്ടുള്ള അമത്തിസ്റ്റിന്റെ പിരമിഡാണ്. അപ്പോൾ ഇത്തരമുള്ള സാധനങ്ങളെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് സൗത്ത് വെസ്റ്റ് ഭാഗം എൻഹാൻസ് ചെയ്യാവുന്നതാണ്. അത് ഒരു ടെക്നിക്ക്. ഇനി രണ്ടാമത്തത്, ഫെങ്ഷുയുടെ ബേസിക് തിയറി അനുസരിച്ചിട്ട് സമ്പത്തിന്റെ ഡയറക്ഷൻ ഏതാണെന്ന് നോക്കുക. സമ്പത്തിന്റെ ഡയറക്ഷൻ, അത് ഞാൻ ആദ്യം പറഞ്ഞത് വ്യക്തിപരമായിട്ട് ആ വ്യക്തിയുടെ കുവാ നമ്പർ പ്രകാരമാണ് സൗത്ത് വെസ്റ്റ് വന്നിരിക്കുന്നത്. ഇനി ബേസിക് ഫെങ്ഷു പ്രകാരം ഏതൊരു വീടിന്റെയും സൗത്ത് ഈസ്റ്റ് കോർണർ എന്ന് പറയുന്നത് വെൽത്ത് ഡയറക്ഷനാണ്. ആ സൗത്ത് ഈസ്റ്റ് കോർണർ നിങ്ങൾക്ക് ആക്ടിവേഷൻ ചെയ്യാം. അതിൽ വളരെ ചെറിയ ഒരു വാട്ടർ ഫൗണ്ടൻ ആ ഭാഗത്ത് ഈ വർഷം വെച്ച് നിങ്ങൾക്ക് വർക്ക് ചെയ്യിക്കുന്നത് സാമ്പത്തികമായിട്ട് നല്ല അഭിവൃദ്ധി കിട്ടും. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് ഫെങ്ഷു പ്രകാരം അവിടെ വരുന്ന എലമെന്റ് എന്ന് പറയുന്നത് വുഡ് എലമെന്റ് ആണ്. വുഡ് എലമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന എലമെന്റ് വാട്ടർ എലമെന്റ് ആണ്. അപ്പോൾ അവിടെ വാട്ടർ ആക്ടിവേഷൻ ചെയ്യുന്നത് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിക്കുള്ള സാധ്യത ഉണ്ടാക്കും. പോരെങ്കിൽ 2026-26 സമ്പത്തിന്റെ നമ്പറായിട്ടുള്ള 9 വന്നിരിക്കുന്നതും സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ ആ ഒരു സൗത്ത് ഈസ്റ്റ് ആക്ടിവേഷൻ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവും. പിന്നെ ഒരു ഹെവി വാട്ടർ അല്ലെങ്കിൽ ഒരു ഹെവി അക്വേറിയം, ഒരു വലിയ ഫൗണ്ടൻ ഇവിടെ വെക്കണ്ട എന്ന് പറഞ്ഞ് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വാസ്തുപ്രകാരം ഇത് അഗ്നിയാണ് ഇവിടുത്തെ എലമെന്റ്. അപ്പോൾ അതിനെ കൂടെ നമ്മളൊന്ന് പരിഗണിച്ചുകൊണ്ടാണ് ചെറിയ ഫൗണ്ടനുകൾ ഉപയോഗിക്കാനായിട്ട് പറഞ്ഞത്. അപ്പോൾ ഈ 2 രീതി നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ഒത്തിരി നല്ല റിസൾട്ട് നിങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ട് ഫെങ്ഷുയിലൂടെ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.